ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഇഷ്ടപ്പെടുന്നത് എന്ന്. പല ഉത്തരങ്ങൾ വന്നു. ഞങ്ങളെ പ്രസവിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നന്നായി ആഹാരം പാകം ചെയ്ത് തരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു, ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും കെയർ ചെയ്യുന്നതുകൊണ്ടുമാണെന്നൊക്കെ ഉത്തരങ്ങൾ വന്നു. എന്നാൽ ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. സത്യത്തിൽ അമ്മ എന്ന ഒരു സ്ഥാനമാണ് ആ വ്യക്തിയുടെ കഴിവുകളേക്കാൾ, സ്വഭാവത്തേക്കാൾ, വിദ്യാഭ്യാസ യോഗ്യതകളേക്കാൾ ഉപരിയായി അവരെ തൻ്റെ മക്കൾക്ക് പ്രിയങ്കരിയാക്കുന്നത്, സ്നേഹിക്കപ്പെടുവാനുള്ള യോഗ്യതയുള്ളവളാക്കി മാറ്റുന്നത്. നമ്മുടെ അമ്മ എങ്ങനെ ഇരുന്നാലും നമ്മൾ ആ അമ്മയെ സ്നേഹിക്കും. അതാണ് ആ ഒരു വ്യത്യാസം. നമ്മൾ തിരഞ്ഞെടുത്തതല്ല, അമ്മ നമ്മളെയും തിരഞ്ഞെടുത്തതല്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ആ അമ്മയുടെ മകനായി, മകളായി നമ്മൾ ജനിക്കുക എന്നുള്ളത്. ശൈശവത്തിലും ബാല്യത്തിലുമൊക്കെ നമ്മെ രസിപ്പിക്കുകയും ഒത്തിരിയേറെ ലാളിക്കുകയും ചെയ്തിരുന്ന അമ്മ കൗമാരമാകുമ്പോൾ 1-ാം നമ്പർ ശത്രുവായി മാറും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് പതിയെ പതിയെ അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായും ഉറ്റ സുഹൃത്തായും മെൻറ്ററായും ഒക്കെ മാറുന്ന കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഒരമ്മയായി കഴിഞ്ഞ് ഓരോ തവണ നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോഴും എന്തുമാത്രം ചുംബനങ്ങൾ ആ കുഞ്ഞിന് നൽകാറുണ്ട്. ഇതുപോലെ ഒരു സമയത്ത് നമ്മുടെ അമ്മയും നമുക്ക് ഒരുപാട് ഉമ്മകൾ തന്നിട്ടുണ്ട്. വെള്ളം താഴോട്ടേ ഒഴുകൂ, അതെനിക്ക് നന്നായി അറിയാം. എങ്കിലും ചിന്താശേഷിയുള്ള സൃഷ്ടി എന്ന നിലയിൽ നാം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ അമ്മ തന്ന ആ മുത്തങ്ങളിൽ 1% അല്ലെങ്കിൽ വേണ്ട 0.1% നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ അമ്മ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട. പലപ്പോഴും നമുക്കൊരു ചമ്മലാണ്, നമുക്കൊരു ഹെസിറ്റേഷനാണ്, ഇനി അമ്മ എന്ത് വിചാരിക്കും ഞാൻ പെട്ടെന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എന്ന്. എന്നാൽ അമ്മയൊന്നും വിചാരിക്കത്തില്ല. ഇനി വിചാരിച്ചാൽ തന്നെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയ വ്യക്തിയല്ലേ. അപ്പോൾ പിന്നെ എന്ത് വിചാരിച്ചാൽ എന്താണ്? ഇനി അത്രയ്ക്ക് ചമ്മലും നാണവും ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്നും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഉമ്മ അങ്ങ് കൊടുത്താൽ മതി. പലപ്പോഴും പ്രായവും ഉമ്മയുടെ എണ്ണവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് പ്രായം കൂടുമ്പോൾ ഉമ്മ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം, മറക്കരുത്. കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല.